നമസ്കാരം. ഓം ഓം ഓം. കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ചരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. ഇപ്പോൾ ദേവന്മാരും ചാരണന്മാരുമെല്ലാം വന്ന് രാമനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് അങ്ങ് ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നത് എന്ന് അവർ രാമനെ പുകഴ്ത്തുന്നു. അഗസ്ത്യമുനിയോടൊപ്പം എല്ലാവരും രാമനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ജനസ്ഥാനത്ത് നിന്നും അകമ്പനൻ വേഗൻ രാവണൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഇപ്പോൾ രാക്ഷസന്മാരെല്ലാവരും, ജനസ്ഥാനത്തുള്ള രാക്ഷസന്മാരെല്ലാവരും ഖരനുമെല്ലാം വധിക്കപ്പെട്ടു, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് അറിയിക്കുന്നു രാവണനെ. അപ്പോൾ ദശഗ്രീവൻ വളരെ കോപാവിഷ്ടനായി തീർന്നു. രാവണനപ്പോൾ കോപത്തോട് പറയുന്നു, ഈ ലോകത്തിൽ ഒരിടത്തും ഗതി കിട്ടാത്തവനാകാൻ പോകുന്നത് ആരാണ്? രാമനെ സൂചിപ്പിച്ച് പറയുകയാണ്. എനിക്ക് അപ്രിയം ചെയ്തിട്ട് സുഖമായിട്ടിരിക്കാൻ ആർക്കും കഴിയുകയില്ല. മരണത്തിനെ പോലും മരണം വരുത്താൻ ഞാൻ മതി എന്ന് രാവണൻ വീമ്പിളക്കുന്നു. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ശ്ലോകം 8, സർഗം 31. തഥാ ക്രുദ്ധം ദശഗ്രീവം കൃതാഞ്ജലിരകമ്പനഃ ഭയാത് സംദിഗ്ധയാ വാച രാവണം യാചതേ ഭയം. ദശഗ്രീവോ ഭയം തസ്മൈ പ്രദദൗ രക്ഷസാം വരഃ സ വിഭ്രബ്ധോ അബ്രവീത് വാക്യം അസന്നിഗ്ധം അകമ്പനഃ. 8-9 ശ്ലോകങ്ങളുടെ അർത്ഥം. അപ്പോൾ ക്രുദ്ധനായ ദശഗ്രീവനോട് ഭയത്താൽ പതറിക്കൊണ്ടുള്ള വാക്കുകളോടെ അകമ്പനൻ തൊഴുകയോടെ അഭയം യാചിച്ചു. രാക്ഷസ ശ്രേഷ്ഠനായ ദശഗ്രീവൻ അവന് അഭയം നൽകി. അപ്പോൾ പേടിയകന്ന് അകമ്പനൻ വ്യക്തമായ വാക്കുകളോടെ പറഞ്ഞു. ശ്ലോകം 10-11. പുത്രോ ദശരഥസ്യാസ്തേ സിംഹസംഹനനോ യുവാ രാമോ നാമ മഹാസ്കന്ധോ വൃത്തായത മഹാഭുജഃ. ശ്യാമ പൃഥുയശാ ശ്രീമാൻ അതുല്യബലവിക്രമഃ ഹസ്തേന ജനസ്ഥാനെ ഖരച്ഛ സഹദൂഷണഃ. 10-11 ശ്ലോകങ്ങളുടെ അർത്ഥം. സിംഹതുല്യനായി വിരിഞ്ഞ തോളോടുകൂടിയവനായി നീണ്ടുരുണ്ട കൈകളുള്ളവനായി കാർവർണ്ണനായി യശസ്വിയായി ദശരഥപുത്രനായ രാമൻ എന്നൊരു യുവാവുണ്ട്. അതുല്യ ബലശാലിയും പരാക്രമിയുമാണ്. അയാളാണ് ജനസ്ഥാനത്ത് ഖരനെയും ദൂഷണനെയും വധിച്ചത്. ശ്ലോകം 12. അകമ്പനവച ശ്രുത്വാ രാവണോ രാക്ഷസാധിപഃ നാഗേന്ദ്ര ഇവ നിശ്വസ്യ ഇദം വചനമബ്രവീത്. അകമ്പനൻ്റെ വാക്കുകൾ കേട്ട് രാക്ഷസാധിപനായ രാവണൻ ഒരു ക്രുദ്ധ സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. ശ്ലോകം 13. സ സുരേന്ദ്രേണ സംയുക്തോ രാമ സർവാമരൈ സഹ ഉപയാതോ ജനസ്ഥാനം ബ്രൂഹി കച്ചിദകമ്പന. അകമ്പന, ആ രാമൻ ദേവേന്ദ്രനോടും സകല ദേവന്മാരോടും കൂടിയാണോ ജനസ്ഥാനത്തെത്തിയിരിക്കുന്നത്? പറയൂ.
13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. സർഗം 31. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.